നമ്മുടെ രാവിലത്തെ ടോപ്പിക് പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ്. അത് ചില ആൾക്കാർക്കെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നുകൂടി പറയാം. ഇവിടെ ഒരു ക്യൂബിക്കൽ ബോക്സ് എടുത്തു, അതിൽ ഐഡിയൽ ഗ്യാസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഐഡിയൽ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആ ഗ്യാസിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും. അതിലെ ഒരു മോളിക്യൂളിൻ്റെ കേസ് മാത്രമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഫിഗർ വന്നിട്ടുണ്ട്, അതിന് പകരം ഇപ്പോൾ നമുക്കിവിടെ ഒരു സംഭവം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്യൂബിൻ്റെ ഒരു ഫേസ് ഇതാണെന്ന് വിചാരിക്കും. ഇതാണ് ക്യൂബിൻ്റെ ഒരു സൈഡ്, അതായത് ഈ ഭാഗത്തെ കാണിക്കുന്നത് ഈ സംഭവമാണ്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാസ് മോളിക്യൂള് വന്ന് തട്ടുന്നു, അതിനുശേഷം അതെന്ത് ചെയ്യും? റീബൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് Vx, തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? -Vx. എന്താ കാരണം? ഒരാൾ അങ്ങോട്ട് പോയിരുന്നു, തിരിച്ചു വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ആ ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ -Vx എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ആദ്യത്തെ കേസിൽ ഇതിൻ്റെ വെലോസിറ്റികൾ എന്ന് പറയുന്നത് Vx, Vy, Vz. ഓക്കെ, ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കേസ്. അതായത് ഫസ്റ്റ് കൊളീഷന് മുമ്പേ ഈ പറഞ്ഞ പോലെ ഇനീഷ്യലായിട്ട് നമ്മുടെ ഈ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂളിന് ഉണ്ടാകുന്ന വെലോസിറ്റീസ് എന്ന് പറയുന്നത് Vx, Vy, Vz. ഫൈനൽ കേസ് എന്താണ്? ഫൈനൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെ വരിക? -Vx, Vy, Vz. ഇവിടെ Vxന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. നമ്മളിവിടെ എക്സ് ആക്സിസിലുള്ള വെലോസിറ്റിയുടെ ചേഞ്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനീഷ്യലും ഫൈനലും സ്റ്റേറ്റുകൾ നമുക്ക് കിട്ടി വെലോസിറ്റിയുടെ. അപ്പോൾ നോക്കൂ, ഈ ക്യൂബിൻ്റെ ലെങ്ത്ത് L ആണെന്ന് വിചാരിക്കും. ഓരോ സൈഡിൻ്റെ ലെങ്ത്ത് L ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്തായിരിക്കും? L ക്യൂബ് ആയിരിക്കും. അതിൻ്റെ ഏരിയ എന്തായിരിക്കും? L² ആയിരിക്കും. ഓക്കെ, ഇതിലെ ഇൻഡിവിജ്വൽ ആയ ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത് M ആണ്. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്ത ചെറിയ ഗ്യാസ് മോളിക്യൂളില്ലേ, ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് M ആണെന്ന് ഞാൻ ഇമാജിൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഒരു ഗ്യാസിൻ്റെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ റാൻഡം മോഷനിലാണ്. ഈ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലാണ്. അവർ എപ്പോൾ എങ്ങോട്ട് എങ്ങനെ പോകുന്നുള്ളതെന്ന് നമുക്ക് മുമ്പേ കൂട്ടി പറയൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് മാത്രമല്ല, അതിൽ മനസ്സിലാക്കേണ്ടുന്ന രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കൊളീഷൻസും എന്താണ്? ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ് ഇവിടെ നടക്കുന്നത് ഫുള്ള്. അതായത് ഇവിടെ ഈ ഗ്യാസ് മോളിക്യൂള് ഈ കണ്ടെയ്നറിന്റെ മുകളിൽ, അതായത് ഈ ക്യൂബിന്റെ ഓരോ സൈഡിൽ പോയി തട്ടുന്നുണ്ട്. അതുപോലെ ഇതിൽ ഉള്ള ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം പരസ്പരം കൂട്ടിയിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാതരം കൊളീഷൻസും എന്താണ്? ഇലാസ്റ്റിക് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ചാൽ എന്താ? എനർജി, അതായത് കൈനറ്റിക് എനർജി, അതുപോലെ തന്നെ മൊമെന്റം, ഇത് രണ്ടും കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ആഫ്റ്റർ കൊളീഷൻ. അതുപോലെ തന്നെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ശരി, അപ്പോൾ ഇതാണ് ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ഗ്യാസ് മോളിക്യൂൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അങ്ങനെയല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഇനീഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ? ഇനീഷ്യൽ വെലോസിറ്റീസ് നമുക്ക് കയ്യിലുണ്ട്. ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കാനും എളുപ്പമാണ്. എങ്ങനെയാ? ഫൈനൽ വെലോസിറ്റീസിന്റെ സംഭവം കയ്യിലുണ്ട്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഫൈനൽ മൊമെന്റം ഈക്വൽ ടു -m ഇൻറ്റു Vx, -mVx. കാരണം എന്താ? ഇവിടെ നോക്കിക്കോളൂ, ഇനീഷ്യൽ മൊമെന്റം Vx ആയിരുന്നു. ബാക്കി രണ്ടുപേർക്ക് ഇവർക്കൊന്നും ചേഞ്ച് ഇല്ല കേട്ടോ. Vy, Vz അവർക്കൊന്നും ചേഞ്ച് ഇല്ല. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം കാണിക്കുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ മൊമെന്റം, അപ്പോൾ m ഇൻറ്റു Vx. ഫൈനൽ മൊമെന്റം കാണിക്കുമ്പോൾ ഇവിടെ -Vx ആണ് വെലോസിറ്റി തന്നിരിക്കുന്നത്. അപ്പോൾ m ഇൻറ്റു -Vx, അപ്പോൾ -mVx. അപ്പോൾ ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു ഗ്യാസ് മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് എത്രയാണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം.
അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇത് ക്യാൻസൽ ചെയ്ത് പോകില്ലെന്ന്. ഇല്ല കേട്ടോ, രണ്ടും നെഗറ്റീവ് അല്ല, അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകില്ല. -2mvx. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇത്ര മൊമെന്റം അതിൽ നിന്ന് കൊടുക്കുകയാണ്. അതായത് ആ ഗ്യാസ് മോളിക്യൂള് അവിടുത്തെ ആ ചുമരിന്റെ മുകളിൽ കൂട്ടിയിരിക്കുമ്പോൾ ഗ്യാസ് മോളിക്യൂളാണ് ഇത്ര മൊമെന്റം അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ വാളിന് എത്ര മൊമെന്റം കിട്ടിയിട്ടുണ്ട്? എത്ര മൊമെന്റം കിട്ടിയിട്ടുണ്ടാവും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ അല്ലേ. നമ്മൾ രാവിലത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരാളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 രൂപ, ഒരാളുടെ കയ്യിൽ 7 രൂപ. ഇയാള് ഒരു 5 രൂപ അങ്ങോട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ഇയാളുടെ കയ്യിൽ നിന്ന് 5 രൂപ പോയി, ഇയാളുടെ കയ്യിൽ 5 രൂപ കിട്ടി അല്ലേ. അതേ ഐഡിയ വെച്ചിട്ട് തന്നെ ഇവിടെ എന്തോ ചെയ്യാം, നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം ഇപ്പൊ എത്ര കിട്ടിയിരിക്കുന്നു? -2mvx. ഓക്കെ, അപ്പോൾ ആ മോളിക്യൂൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് -2mvx. അപ്പോൾ ആ വാളിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന മൊമെന്റം എത്രയാണ് വരിക? ആ വാളിന് കിട്ടുന്ന മൊമെന്റം എത്രയാണ് വരിക? +2mvx. അപ്പോൾ മൊമെന്റം ഇമ്പാർട്ടഡ് ടു ദ വാൾ, മൊമെന്റം imparted to the wall equal to +2mvx. അപ്പോൾ അത് കിട്ടി കേട്ടോ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബോക്സിൽ, അതായത് ക്യൂബിന്റെ ഉള്ളിൽ ഇവിടുന്നാണ് നമ്മുടെ കൊളീഷൻ നടന്നു, അതിനുശേഷം ഇത് തിരിച്ചു പോകും, ഇവിടെ കൊളൈഡ് ചെയ്യും, അതിനുശേഷം വീണ്ടും അവിടെ തിരിച്ചു പോകും, ഇവിടെ കൊളൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു കൊളീഷൻ, അതായത് ഒരേ സൈഡിൽ വന്ന് തട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടുന്നാണല്ലോ തുടങ്ങിയത്, ഇവിടെയാണല്ലോ ആദ്യം തട്ടിയത്, അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വന്ന് തട്ടണം എന്നുണ്ടെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്യണം? നോക്കൂ, ഇത് തൊട്ട് ഇതുവരെ L ഡിസ്റ്റൻസ്, തിരിച്ചങ്ങോട്ടും L ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? 2L. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായി? 2L അല്ലേ. അപ്പൊ ഇനി ഈ 2L ദൂരം സഞ്ചരിക്കാൻ, ഈ 2L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ ഈ ഗ്യാസ് മോളിക്യൂൾ എടുക്കുന്ന സമയം നമുക്കറിയാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താ ഫോർമുല? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. രണ്ട് ഫോർമുല ഉപയോഗിക്കാം കേട്ടോ, സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? Vx ആണ്, Vx ഇൻറ്റു ടൈം t. ഡിസ്റ്റൻസ് എത്ര? 2L ആണ്. അപ്പൊ t ഈക്വൽ ടു 2L/Vx. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഒരേ സൈഡിൽ വന്ന് ആദ്യം തട്ടി അങ്ങോട്ട് തിരിച്ചു പോയി, വീണ്ടും വന്ന് തട്ടാൻ, അതിന്റെ ആ രണ്ട് കൊളീഷന്റെ ഇടയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2L/Vx ആണ്. അവിടെ സഞ്ചരിക്കുന്ന ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് 2L ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മൂന്നാമത്തെ ഒരു ക്വാണ്ടിറ്റി കൂടി കണ്ടുപിടിക്കാണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈക്വൽ ടു എന്താ വരിക? ΔP/ΔT. അതായത് ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ചേഞ്ച് ഇൻ ടൈം, എങ്ങനെ എടുത്താലും വിരോധമില്ല. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എങ്ങനെയാ? എത്രയാ നമുക്കറിയാലോ, ഇതാ +2mvx. ടൈം എത്രയാ നമുക്കറിയാലോ, രണ്ടു കൂടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈക്വൽ ടു 2mvx ഡിവൈഡഡ് ബൈ 2 എന്തായിരുന്നു 2L/Vx. ഇതിൽ 2ഉം 2ഉം കട്ട് ചെയ്ത് പോകും. ഈ Vx നേരെ മുകളിലേക്ക് കയറും, അതിന് ശേഷം എന്താണ്? Vx രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ Vx സ്ക്വയർ ആവും. അപ്പോൾ ഈക്വൽ ടു mvx²/L ഇങ്ങനെ കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ കേസിൽ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ആ മോളിക്യൂൾ ചെന്ന് ആ ചുമരിന്റെ മുകളിൽ ഇടിക്കുമ്പോൾ അവിടെ അതിന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ്, ആ മോളിക്യൂൾ ആ ചുമരിന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്, F. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നതും ഫോഴ്സ് എന്ന് പറയുന്നതും ഒരേ സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ F എന്ന് എഴുതിയത്. ശരി, അപ്പോൾ നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഇതിപ്പോ ഒരു മോളിക്യൂളിന്റെ കേസാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്, ഒറ്റ ഗ്യാസ് മോളിക്യൂളിന്റെ കഥയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി n ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ, ഫോർ n ഗ്യാസ് മോളിക്യൂൾസ് F ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, nmvx² ഡിവൈഡഡ് ബൈ L. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. അതായത് ഈ Vx² പകരം
വി എക്സ് സ്ക്വയർ. അതായത് വി എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി എക്സ് എന്നുള്ളത് എന്തിനാ കാണിക്കുന്നത്? എക്സ് ആക്സിസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മോളിക്യൂളിന്റെ വെലോസിറ്റി. അതായത് ആ മോളിക്യൂൾ ആ ക്യൂബിന്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ എക്സ് ആക്സിസിൽ ഉണ്ടാകുന്ന വെലോസിറ്റി, എക്സ് ആക്സിസിൽ വെച്ച് നോക്കുമ്പോൾ അതിന് എത്ര വെലോസിറ്റി ഉണ്ട്. ഇതുപോലെ തന്നെ വൈ ആക്സിസിന്റെ കേസിലും പറയാം, സെഡ് ആക്സിസിന്റെ കേസിലും പറയാം. ഓക്കെ, 3 ആക്സിസിനും കറസ്പോണ്ടിങ് ആയ ഓരോ വെലോസിറ്റിക്ക് വാല്യൂസ് ഉണ്ടാവും. ശരി, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എന്നല്ല, അത്യാവശ്യമായിട്ടും നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഇതിപ്പോ സാധാരണ വെലോസിറ്റി അല്ലേ, വാല്യൂ അല്ലേ. നമുക്കിവിടെ എന്ത് ചെയ്യണം? ഇതിനെ മീൻ സ്ക്വയർ വാല്യൂക്ക് മാറ്റണം, അല്ലെങ്കിൽ RMS വാല്യൂക്ക് മാറ്റണം. അപ്പൊ അതിന് പകരം ഞാൻ ഒരു ചെറിയൊരു പരിപാടി ചെയ്യാൻ പോവാണ്. F ഈക്വൽ ടു NmVx ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ L. അതായത് ഈ സാധാരണ വെലോസിറ്റി എന്ന് പറയുന്ന ടേമിനെ ഞാൻ ഇവിടെ മീൻ സ്ക്വയർ വാല്യൂ ആക്കിയിട്ട് എഴുതി. ഓക്കെ, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ ഇതിൽ VX, VY, VZ, VY യും VZ ഒക്കെ ആഡ് ചെയ്യാം, അതിൽ എനിക്ക് വിരോധമില്ല. ഞാൻ നോട്ടിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഇവിടെ ഒരു ഗ്യാസ് മോളിക്യൂളെ നമ്മൾ എടുത്തിട്ടുള്ളൂ, ഒരു ഗ്യാസ് മോളിക്യൂൾ അല്ലേ. ഇവിടെ നോക്കൂ, നമ്മൾ മീൻ സ്ക്വയർ വെലോസിറ്റി ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചേ? V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് Vn സ്ക്വയർ ഡിവൈഡഡ് ബൈ n അല്ലേ. ഇവിടെ ആകെ കൂടെ 3 വെലോസിറ്റീസേ ഉള്ളൂ. ഏതൊക്കെയാ? Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ പ്ലസ് Vz സ്ക്വയർ ഡിവൈഡഡ് ബൈ n. എത്രയാണ്? n എത്രയാണ്? 1 അല്ലേ, ഒറ്റ ഗ്യാസ് മോളിക്യൂളുള്ളൂ. ഓക്കെ, അപ്പോൾ VX ബാർ ഇട്ടേക്കൂ, അതായത് മീൻ വാല്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടേ. VX ബാർ സ്ക്വയർ പ്ലസ് VY ബാർ സ്ക്വയർ പ്ലസ് VZ ബാർ സ്ക്വയർ. അപ്പൊ ഇതിന് എന്ത് നമുക്ക് കിട്ടി? V ബാർ സ്ക്വയർ ഈക്വൽ ടു VX ബാർ സ്ക്വയർ പ്ലസ് VY ബാർ സ്ക്വയർ പ്ലസ് VZ ബാർ സ്ക്വയർ. അങ്ങനെ കിട്ടിയല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. അതായത് ഫോഴ്സിന്റെ ഇക്വേഷൻ F ഈക്വൽ ടു NM ബൈ L ഇൻറ്റു നമ്മളിപ്പോൾ VX സ്ക്വയറിന് എഴുതിയിട്ടുള്ളൂ അല്ലെ, അല്ലെങ്കിൽ VX ബാർ സ്ക്വയറിന് എഴുതിയിട്ടുള്ളൂ. ഇതിന് പകരം ഞാൻ ഇത് ഫുൾ ഡയമെൻഷനിൽ എഴുതാൻ പോവാണ്. NM ബൈ L ഇൻറ്റു VX ബാർ സ്ക്വയർ പ്ലസ് VY ബാർ സ്ക്വയർ പ്ലസ് VZ ബാർ സ്ക്വയർ. ശരി, അപ്പോൾ ഇതിനെ ജനറലി നമുക്ക് ടോട്ടലായിട്ട് എന്ത് വിളിക്കാം? V ബാർ സ്ക്വയർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കേസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി VX ബാർ ഈക്വൽ ടു, അല്ലെങ്കിൽ VX ബാർ സ്ക്വയർ ഈക്വൽ ടു VY ബാർ സ്ക്വയർ ഈക്വൽ ടു VZ ബാർ സ്ക്വയർ. ഇങ്ങനെയാണ്. അതായത് 3 ആക്സിസിലുള്ള വെലോസിറ്റീസിന്റെ ആവറേജസും ഏകദേശം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കിക്കൂടെ? V ബാർ സ്ക്വയർ ഈക്വൽ ടു VX ബാർ സ്ക്വയർ പ്ലസ് നോക്കൂ VY ബാർ സ്ക്വയർ. ഈ ടേമിന് പകരം എനിക്ക് VX ബാർ സ്ക്വയർ തന്നെ കൊടുത്തൂടെ, കാരണം ഇത് രണ്ട് തുല്യല്ലേ. VX ബാർ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ ടേം നോക്കൂ VZ ബാർ സ്ക്വയർ അല്ലേ. അതിന് പകരം എനിക്ക് ഇത് കൊടുക്കാം, VX ബാർ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ V ബാർ സ്ക്വയർ ഈക്വൽ ടു ഇത് ഒരെണ്ണം, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, 3VX ബാർ സ്ക്വയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? VX ബാർ സ്ക്വയർ ഈക്വൽ ടു V ബാർ സ്ക്വയർ ബൈ 3. ഞാൻ രാവിലെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് ഇതാണ് ആ സംഭവം. എങ്ങനെയാണ് അവിടെ ഒരു 3 വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു, ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. അപ്പൊ നോക്കിയേ, ഇവിടെ VX ബാർ സ്ക്വയർ ഇങ്ങനെ ഒരു ടേം ഉണ്ട്, ഇവിടെയും VX ബാർ സ്ക്വയർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ VX ബാർ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇനി നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഇതിനെ അങ്ങോട്ട് കൊടുത്താൽ പോരെ? കൊടുത്താൽ മതിയാവൂലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ F ഈക്വൽ ടു NM ബൈ L, VX ബാർ സ്ക്വയറിന്റെ സ്ഥാനത്ത് V ബാർ സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 1/3 NM V ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ L. അപ്പോൾ ഫോഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഒരു പേര് കൊടുത്തുള്ളൂ, ഇക്വേഷൻ 3. ഫോഴ്സ് കിട്ടിയ പ്രഷറാണ് നമ്മുടെ ടോപ്പിക്. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. ഏരിയ നമുക്കറിയാം എന്താണ്, L സ്ക്വയർ ആണ് അല്ലേ. ഫോഴ്സ് എന്താ? അപ്പോൾ മുകളിൽ കിട്ടി 1/3
എൻ എം, അയ്യോ ഇവിടെ കൊള്ളൂല, ഞാൻ മാറ്റി എഴുതാം, 1/3 എൻ എം വി ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ അല്ലേ. ഈ എൽ സ്ക്വയർ മുകളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ഈക്വൽ ടു 1/3 എൻ എം വി ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ക്യൂബ്. ഇതെങ്ങനെ ഡൗട്ട് ഒന്ന് ഉണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. മീൻസ് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഈ എൽ ക്യൂബ് എന്താ സാധനം? ഇതെന്തിനാണ് കാണിക്കുന്നത്? വോളിയമാണ്, ക്യൂബിൻ്റെ വോളിയമാണിത് അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, പ്രഷർ P ഈക്വൽ ടു 1/3 എൻ എം വി ബാർ സ്ക്വയർ ബൈ വി. നോക്കൂ, ഇവിടെ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആണ്, അതുപോലെ V എന്ന് പറയുന്നത് വോളിയമാണ്. ഓക്കെ, ഇതിനെ ഞാൻ സ്മോൾ ലെറ്റർ N എഴുതി. ഇതിനെ വിളിക്കുന്ന പേര് നമ്പർ ഡെൻസിറ്റി എന്ന് വിളിക്കും ചിലർ. നമ്പർ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, അതായത് ഒരു ഗിവൺ വോളിയത്തിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, അതായത് ഒരു തന്നിരിക്കുന്ന ഒരു വോളിയത്തിനുള്ളിൽ എത്ര ഗ്യാസ് മോളിക്യൂൾസിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം, അതിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഡെൻസിറ്റി. ചില ആൾക്കാർ ഇതിനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം അങ്ങനെയും പറയും. ശരി, അപ്പോൾ ഇതിനെ P ഈക്വൽ ടു 1/3 എൻ എം വി ബാർ സ്ക്വയർ. ഇതാണ് പ്രഷറിന്റെ ഇക്വേഷൻ. പ്രഷറിന്റെ ഐഡിയൽ ഗ്യാസിനെ ഒരു ക്യൂബിക്കൽ ബോക്സിൽ നിറച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രഷറിന്റെ ഇക്വേഷൻ. അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് നമുക്ക് ഇനി ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളോ, ബാക്കിയുണ്ടല്ലോ. നമുക്ക് ആ പഴയ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി തുടങ്ങാം. P ഈക്വൽ ടു 1/3 എൻ എം വി ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ വി. ഇങ്ങനെ തുടങ്ങാം. വിനെ ഒന്ന് അപ്പുറത്തേക്ക് ഇടൂ. അപ്പോൾ പി വി ഈക്വൽ ടു 1/3 എൻ എം വി ബാർ സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ, മറ്റേ ഞാൻ രാവിലെ പറഞ്ഞതാണ്. പി വി ഈക്വൽ ടു എൻ കെ ബി ടി. ഇതും തന്നെ നമുക്ക് രണ്ട് റിലേഷൻസും പറയാം. അപ്പോൾ പി വിയുടെ സ്ഥാനത്ത് ഇനി എന്ത് കൊടുക്കാം? എൻ ഇൻറ്റു കെ ബി ഇൻറ്റു ടി. കെ ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ വിളിക്കുന്ന പേര് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. എൻ കെ ബി ടി ഈക്വൽ ടു 1/3 എൻ എം വി ബാർ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. ഇനി നിന്ന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എന്നും എന്നും വെട്ടിക്കളയാം. കെ ബി ടി ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു ഇവിടെ കൈനറ്റിക് എനർജിയുടെ ഒരു ടേം നമുക്ക് വരുത്തണം. അപ്പൊ എം വി സ്ക്വയർ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എം വി ബാർ സ്ക്വയർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഹാഫ് കൂടി ഇവിടെ വരണം. അതിനു വേണ്ടി ഞാൻ രണ്ട് സ്ഥലത്തും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പൊ നോക്കൂ, ഈ രണ്ട് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ പഴയ പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഞാൻ ജസ്റ്റ് ഈ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ കിട്ടാൻ വേണ്ടി ഒരു 2 മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, 2 താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ്, അല്ലെങ്കിൽ സോറി കൈനറ്റിക് എനർജിയാണ്. ഹാഫ് എം വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്തായി? ആവറേജ് കൈനറ്റിക് എനർജി ആയി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കെ ബി ടി ഈക്വൽ ടു 2/3 ഇൻറ്റു കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി അവിടെ നിർത്തുക, ബാക്കി ആൾക്കാരൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകാം. 3/2 കെ ബി ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈനറ്റിക് എനർജി ഈക്വൽ ടു 3/2 കെ ബി ടി. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇതിനെ റിമൂവ് ചെയ്താൽ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? കൈനറ്റിക് എനർജി ഈസ് പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങൾ ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്യാസിനെ നിറച്ചിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ മുകളിലുള്ള ടെമ്പറേച്ചർ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ കൈനറ്റിക് എനർജിയും കൂടും, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും. അതാണ് ആദ്യത്തെ ഐഡിയ. രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്. അതായത് നോക്കൂ, ഈ ഇക്വേഷൻ നോക്കി നോക്കൂ, ഇവിടെ പ്രഷറോ വോളിയമോ എന്തെങ്കിലും കാണുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു ഐഡിയൽ ഗ്യാസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരിക്കലും പ്രഷറിനെയോ വോളിയത്തിനെയോ നമ്പറിനെയോ നാച്ചർ ഓഫ് ഗ്യാസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ പ്രഷർ, വോളിയം, നാച്ചർ ഓഫ് ഗ്യാസ് ഇതിനെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ത്? കൈനറ്റിക് എനർജി. ആരുടെ കൈനറ്റിക് എനർജി? ഐഡിയൽ ഗ്യാസിന്റെ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെയാണ് ഇതിന്റെ ഡെറിവേഷൻ വരുന്നത്. ഞാൻ ഇതിന്റെ നോട്ട്സ് അയക്കുന്നുണ്ട് ഇതിന്റെ കൂടെ.
ഇനി ഇത് കണ്ടിട്ടും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോടൊന്ന് പറയണം. അപ്പോൾ എന്താ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പെസിഫിക് ആയിട്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. സ്പെസിഫിക് ആയിട്ട് ആ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ദെൻ ബൈ.